പത്തനംതിട്ട കൊല്ലംപടിയിൽ വീടിന് തീയിട്ടു യുവാവ്. ഭാര്യയുടെ മേലുള്ള സംശയത്തെ തുടർന്ന് ഭർത്താവ് സിജു വീടിന് തീയിട്ടത്. സംഭവത്തിൽ ഭാര്യ രജനിക്കും ഇളയ മകൻ പ്രണവിനും പൊള്ളലേറ്റു. ഇരുവരെയും താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തീ കൊളുത്തിയ ശേഷം രക്ഷപ്പെട്ട സിജുവിനെ പോലീസ് പിടികൂടിയിരിക്കുന്നു. വിവരങ്ങളുമായി പ്രസാദ് MJ ചേരുന്നത്. പ്രസാദ്, ഈ ഭർത്താവായ സിജു ഭാര്യയുടെ മേലുള്ള സംശയത്തിലാണ് ഇപ്പോൾ വീടിന് തീയിട്ടേക്കുന്നത്. ഈ തീയിട്ടതിൽ മകനും ഭാര്യയ്ക്കും പൊള്ളലേറ്റിട്ടുണ്ട്. നിലവിലിപ്പോൾ അവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? എന്താണ് ഈ സംശയത്തിന് പിന്നിൽ? രേണുക, കുറച്ചു നാളായിട്ട് ഇവര് എല്ലാ ദിവസവും ഇങ്ങനെ രാത്രികളിലും പകലും ഒക്കെ ഇവര് ഭാര്യയും ഭർത്താവുമായിട്ടുള്ള വഴക്കുണ്ടാകുമെന്നായിരുന്നു നാട്ടുകാരിപ്പോൾ നമ്മളോട് പറയുന്നത്. ഈ സിജുവിന്റെ രണ്ടാം വിവാഹമാണ്. അപ്പോൾ ഇങ്ങനെ ഭാര്യയുടെ മേലുള്ള സംശയത്തെ തുടർന്നാണ് ഇന്നലെ പുലർച്ചയോടുകൂടി രാത്രിയിൽ ഈ സിജു മറ്റേ ടിന്നറാണോ അതോ പെട്രോൾ ആണോ ഒഴിച്ചെന്നുള്ള ഒരു സംശയമുണ്ട്. വീടിന് രാത്രിയിൽ വഴക്കുണ്ടായതിനു ശേഷം വീടിന് തീ വെക്കുന്നത്. ഏകദേശം രജനിക്ക് 40% പൊള്ളലേറ്റിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പോലീസ് താലൂക്ക് ആശുപത്രിയിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. രജനിയുടെ രണ്ടാമത്തെ ഇളയ കുട്ടിക്കും പൊള്ളലേറ്റിട്ടുണ്ട്. അപ്പൊ ഈ വീടിന് തീ വെച്ചത് കേട്ടപ്പോഴത്തേക്കും നാട്ടുകാരെ ഓടിക്കൂടിയതിനു ശേഷമാണ് രക്ഷപ്പെട്ട സിജുവിനെ നാട്ടുകാരെല്ലാം പോലീസും കൂടി ചേർന്നാണ് പിടികൊടുത്തത്. അത് സിജുവിന്റെ രണ്ടാം വിവാഹമായത്. അതിനുശേഷമാണ് ഇവര് ഈ വാടക വീട്ടിലാണ് ഇന്നലെ രാത്രി ഇപ്പോൾ തീ വെച്ചിട്ടുള്ളത്. ഈ രജനിയും ഇളയ കുഞ്ഞും ഇപ്പോൾ ആശുപത്രിയിൽ അത്യാസന നിലയിൽ അല്ലെങ്കിൽ തന്നെയും ഏകദേശം 40% പൊള്ളല് രജനിക്ക് ഏറ്റിട്ടുണ്ട്. കുഞ്ഞിനും അതുപോലെ തന്നെ ഏറ്റിട്ടുണ്ട്. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ സിജു പെയിന്റിംഗ് തൊഴിലാളിയാണ്. രേണുക. ശരി പ്രസാദ്, അതായാലും പത്തനംതിട്ട കൊല്ലംപടിയിലാണ് വീടിന് തീയിട്ട് യുവാവ് തീയിട്ടിരിക്കുന്നത്. ഭാര്യയുടെ മേലുള്ള സംശയത്തെ തുടർന്നാണ് ഭർത്താവ് സിജു വീടിന് തീയിട്ടത്. സിജുവിന്റെ രണ്ടാം വിവാഹമാണ് ഈ രജനിയുമായുള്ളത്. പൊള്ളലേറ്റ രജനിയും ഇളയ മകൻ പ്രണവിനും ഇരുവരെയും ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. രജനിയുടെ ഭാഗത്ത് ശരീരത്ത് 45% പൊള്ളലേറ്റു എന്നതാണ് ആശുപത്രിയിൽ നിന്നും അധികൃതർ പറയുന്നത്. തീ കൊളുത്തിയ ശേഷം രക്ഷപ്പെട്ട ഈ സിജുവിനെ പോലീസ് ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട്. വിവരങ്ങൾ പങ്കുവച്ചത് പ്രസാദ് MJ